മന്ത്രി കെ രാജനെതിരെ മുണ്ടക്കൈ ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയ വീട്ടുടമ നൌഫൽ. മന്ത്രി എന്തോ കിളി പോയ പോലെയാണ് തന്റെ വീടിന്റെ വിള്ളൽ മായ്ക്കാൻ നോക്കിയത്. പല ഭാഗത്തു നിന്ന് തനിക്ക് ഭീഷണി നേരിടുന്നുണ്ട്. പോലീസിൽ പരാതി നൽകുമെന്നും നൌഫൽ പറഞ്ഞു. എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്യുന്നത്. അല്ല, സത്യം പറയാം. കാരണം ഈ മാർക്ക് ചെയ്തവിടെ കറക്റ്റ് ലീക്കുള്ള അവിടെ മാർക്ക് ചെയ്തവിടെ അത് ഈ ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെന്നെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്തത് ഈ മന്ത്രി വന്നിട്ട് ഈ മാർക്കുകൾ മാത്രം വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു അവകാശമാണ് ഈ ഉടമക്ക് ഒരു അവകാശം ഉണ്ടല്ലോ. ആ അവകാശം ആ മന്ത്രിക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഈ വിള്ളലൊന്ന് കാണിച്ചു തരുമെന്ന്. ഞാൻ എന്നിട്ട് മേലെ പോയിട്ട് നിങ്ങളെ ഈ മാധ്യമ പ്രവർത്തകർക്കാണ് ഞാൻ അത് കാണിച്ചു കൊടുത്തത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതല്ലേ? മേലെ വിണ്ടതും അടിയിൽ വിണ്ടതും ആ കിനിവുള്ളതും ആ മാർക്കർ മായ്ക്കാൻ എന്താ ഞങ്ങൾ ചെയ്തത്? പല ഭാഗത്തുനിന്ന് ഭീഷണിയുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മുന്നിൽ ഒരു 2-3 ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അത്രയധികം ഭീഷണി എനിക്ക് വരുന്നുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സമീർ, ഈ വിള്ളൽ കണ്ടെത്തിയതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതിനെ പൂർണ്ണമായും തള്ളുകയാണ് ഈ വീട്ടുടമ ചെയ്യുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒപ്പം ആരുടെ ഭാഗത്തു നിന്നാണ് ഭീഷണി ഉണ്ടായതെന്നാണ് വീട്ടുടമ പറയുന്നത്? അനീഷ, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിലെ വീടിന് വിള്ളൽ വീണതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പ്രചരിച്ചു. അതിന് പിറകെയാണ് മന്ത്രി കെ രാജൻ അവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിശോധന നടത്തുകയും ചെയ്തത്. അതിനിടയിലാണ് വിള്ളൽ വീണ വീടിന്റെ അവിടെ മാർക്ക് ചെയ്തിരുന്ന ഭാഗം അദ്ദേഹം മായ്ക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ഒരു വിള്ളൽ ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ വാദം. എന്നാൽ അതിന് പിറകെയാണ് ആ വീടിന്റെ ഉടമ നൌഫൽ മാധ്യമങ്ങളെ കണ്ടത്. ആ വീടിന് വിള്ളലുണ്ട്. ഇതിന്റെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയിലെ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട്, അവിടുത്തെ ജീവനക്കാർ വന്നുകൊണ്ട് ചിലയിടങ്ങൾ മാർക്ക് ചെയ്തിരുന്നു. ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ മാത്രമേ മന്ത്രി മായ്ച്ചു കളഞ്ഞിട്ടുള്ളൂ. മറ്റിടങ്ങളിലൊക്കെ തന്നെ വിഷയങ്ങളുണ്ട്. മാത്രമല്ല, തന്നോട് സംസാരിക്കുക, എവിടെയാണ് വിള്ളൽ എന്ന് പരിശോധിക്കുക ഒന്നും തന്നെ മന്ത്രി ചെയ്തില്ല. മന്ത്രി വന്ന ഉടനെ തന്നെ ആ മാർക്ക് ചെയ്ത ഭാഗം മായ്ക്കുകയും പിന്നീട് മാധ്യമങ്ങളോട് ഒരു വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുകയാണ് ചെയ്തത്. മന്ത്രി എന്തോ കിളി പോയ പോലെയാണ് പെരുമാറിയത് എന്ന് കൂടി നൌഫൽ കൂട്ടി പറയുന്നു. മാത്രമല്ല, തന്റെ കുടുംബത്തിൽ നിന്ന് 16 പേരെയാണ് ദുരന്തത്തിൽ നഷ്ടമായത്. അതിന്റെ വേദന ഇപ്പോഴും തന്റെ ഉള്ളിലുണ്ട്. മാത്രമല്ല, ഈ 1 വർഷമാകുമ്പോഴും വീട് എന്നുള്ള ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ വിള്ളൽ കൂടി കാണുന്ന ഒരു ഘട്ടമുണ്ടായത്. അതിൽ വലിയ വിഷമമുണ്ട്. അക്കാര്യമാണ് തുറന്നു പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ വലിയ ഒരു ഭീഷണി തന്റെ മേൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ആരാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പക്ഷേ അദ്ദേഹം ആരെയും വ്യക്തിപരമായി പറയുന്നില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെയോ മറ്റുമൊന്നും തന്നെ അദ്ദേഹം പറയുന്നില്ല. അത് പിന്നീട് പറയാം. എന്നാൽ ഇപ്പോൾ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിൽ അഭയം തേടും, പോലീസിൽ പരാതി നൽകും എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും മന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് നൌഫൽ ചെയ്യുന്നത്. അനീഷ. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.